ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. യേശു കർത്താവിൻ്റെ പരീക്ഷണങ്ങളുടെ 40 ദിവസങ്ങളും പീഡാനുഭവത്തിൻ്റെ 10 ദിവസങ്ങളും ചേർത്ത് 50 ദിനം പുണ്യമുള്ള ദിനങ്ങളായി സഭ ആചരിക്കുകയാണല്ലോ. നോമ്പ് അനുതാപത്തിൻ്റെ സമയമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന സമയമാണ്. നോമ്പിൻ്റെ നന്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആണ്. യേശു കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതമായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ വേദഭാഗത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. നോമ്പ് ദൈവത്തോട് കൂടെ ആയിരിക്കാനുള്ള സമയമാണെങ്കിൽ ഈ വേദഭാഗത്ത് ഒന്നാമത്തെ ചിന്ത നമ്മോട് പറയുന്നു, യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ് നോമ്പ്. യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ട സമയം. കാനാവിലെ വിവാഹ വിരുന്നിൽ ആ ഭവനത്തിൽ യേശു കർത്താവിനെ ആ ഭവനത്തിലുള്ളവർ ക്ഷണിക്കുന്നു. യേശു കർത്താവ് എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ള ചിന്തയിലല്ല, പിന്നെയോ ഞങ്ങളുടെ സന്തോഷ അനുഭവങ്ങളിൽ ഞങ്ങളോടുകൂടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ളതിലല്ല, പിന്നെയോ ഏത് സമയവും ദൈവത്തോട് കൂടെ ആയിരിക്കണം, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ആവശ്യമാണ്. 2, അതിഥി ആവാതെ ആതിഥേയരായി മാറ്റപ്പെടുവാനുള്ള സമയമാണ് നോമ്പ്. യേശു കർത്താവിൻ്റെ അമ്മ വിശുദ്ധ കന്യകമറിയാം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ആ ഭവനത്തിലെ കുറവുകൾ അറിഞ്ഞ് അതിനോട് പ്രതികരിക്കുന്ന അമ്മ മറിയയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും കുറവുകളെ ഒരുപാടുള്ള ഒരു ലോകത്തിൽ അതിനെ നിറവുകളാക്കി തീർക്കുവാനുള്ള ആഹ്വാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിഥിയാവാതെ ആതിഥേയരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മൂന്നാമതായിട്ട് നോമ്പ് എന്ന് പറയുന്നത് അനുസരണത്തിനുള്ള സമയമാണ്. യേശു കർത്താവിൻ്റെ അമ്മ മറിയ ശുശ്രൂഷക്കാരോട് പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ഔവണ്ണം ചെയ്യണം. യാതൊരു ഉപാധിയും കൂടാതെ ദൈവത്തെ അനുസരിക്കുവാനായിട്ടുള്ള സമയമാണ് നോമ്പ് എന്ന് പറയുന്നത്. യേശു കർത്താവ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ജോലിക്കാർ അത് അപ്രകാരം തന്നെ ചെയ്യുകയും അതിന് നല്ലൊരു അനുഭവം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നല്ലതിനെ അവസാനത്തോളം സൂക്ഷിച്ചു വയ്ക്കേണ്ട സമയമാണ് നോമ്പ്. നല്ലതിനെ അവസാനത്തോളം സൂക്ഷിച്ചു വയ്ക്കേണ്ട സമയം. വിരുന്നുവാഴി ഈ മണവാളനെ വിളിച്ച് പറയുകയാണ്, നീ നല്ല വീഞ്ഞ് അവസാനത്തോളവും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ 50 ദിവസത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ കരുതി വയ്ക്കുന്ന മൂല്യങ്ങൾ, ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും, അത് ജീവിതത്തിലുടനീളം സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ട് തീരണം. 4 ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഒന്നാമതായിട്ട് യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ട സമയമാണ് നോമ്പ്. എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ളതിലല്ല, ദൈവം എന്നോടുകൂടെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. 2, അതിഥിയാവാതെ ആതിഥേയരായി മാറ്റപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കുറവുകളെ കണ്ട് മാറി നിൽക്കുവാനായിട്ടല്ല, അതിനെ നിറവുകളാക്കുന്ന ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് അനുസരണത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഉപാധികളില്ലാത്ത അനുസരണം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. 4, അവസാനത്തോളം നല്ലതിനെ സൂക്ഷിച്ചു വയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ഈ നോമ്പുകാലം ഏറെ അനുഗ്രഹത്തിൻ്റെ സമയമാകട്ടെ. അതിന് ത്രിയേക ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.